ധന്യനായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെയും വ്യക്തിപരമായ എൻ്റെ ബഹുമാനത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ രാത്രിയിൽ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഞാൻ പാസ്റ്റർ ജിജിയോട് പറഞ്ഞു, നാളെ പകലത്തെ സെഷൻ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ എൽ ഷദായ് ചർച്ചിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഹീലിങ്ങുകൾ ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സൗഖ്യങ്ങൾ കർത്താവ് ജനത്തിൻ്റെ മേൽ അയക്കട്ടെ. ക്രൂശിൻ്റെ മുഴുവൻ സാധ്യതകളും ഈ ഹോളി വീക്കിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പെസഹ വ്യാഴമാണ്. ലോകം മുഴുവൻ ഈ ദിവസത്തെ അങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. എനിക്കിതിൻ്റെ തിയോളജിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാൻ അറിയില്ല. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ കലണ്ടറിൽ ഉൾപ്പെടെ ഇന്ന് പെസഹ വ്യാഴമാണ്. ഓൾ ദ വേൾഡ്, നോട്ട് ഇൻ കേരള, നോട്ട് ഇൻ ഇന്ത്യ, ഓൾ ദ വേൾഡ്, ലോകം മുഴുവൻ ഇന്ന് പെസഹ വ്യാഴമാണ്. ഈ ദിവസത്തെ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നു. എന്താണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം? പെസഹ ഒരു ഇംഗ്ലീഷ് വാക്കല്ല. പെസഹ ഒരു മലയാള വാക്കുമല്ല. പെസഹ എന്ന ആ വാക്ക് നമ്മൾ മലയാളത്തിൽ എഴുതുകയും മലയാളത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും അതൊരു ഹീബ്രു വേർഡാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് ആചരിക്കുവാൻ കൊടുത്ത 7 പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ രണ്ടാമത്തെ ഉത്സവമാണ് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും. ശബത്ത്, പെസഹ, ആദിഫല പെരുന്നാൾ, വാരോത്സവം, കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര ദിനം, കൂടാര പെരുന്നാൾ, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനോ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നുമല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കേണ്ടത് പെസഹ ദിനത്തിൽ യേശു കർത്താവ് തിരുവായ് മൊഴിഞ്ഞു പറഞ്ഞ വചനങ്ങളിൽ, അവൻ്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ വെളിപ്പെട്ടു നിന്നതൊക്കെ ഇന്ന് രാത്രിയിൽ അതിൻ്റെ സകല സാധ്യതകളും ഈ കൂടാരത്തിൽ വെളിപ്പെട്ടു വരണം. ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെ ആരംഭ സമയങ്ങളെ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ ഒരു പെസഹ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായെ അറുക്കുവീൻ. 22-ാമത്തെ വാക്യത്തിൽ ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടികൾ മേലും കട്ടളക്കാൽ മേൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേനാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിനും പുറത്തേക്ക് ഇറങ്ങരുത്. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ വീടിനെ ദണ്ഡിപ്പിക്കുവാൻ ഞാൻ സംഹാരകനെ സമ്മതിക്കാതെ വണ്ണം നിന്റെ വീടിന്റെ കട്ടളക്കാൽമേലും നിന്റെ വീടിന്റെ കുറുമ്പടിമേലും ആട്ടിൻകുട്ടിയുടെ രക്തം മുദ്രയായിരിക്കും. ശരിക്കും ആ പെസഹ ദിനം, ആ പെസഹ രാത്രി ഒരു പുറപ്പാടിന്റെ രാത്രിയായിരുന്നു. വാഗ്ദത്തം കേട്ട ജനം വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് നടന്നു നീങ്ങിയ, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ചുവട് വെച്ച ആ പെസഹ രാത്രി
ഒരത്ഭുതത്തിന്റെ രാത്രിയായെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ വചനത്തെ ഇവിടെ എടുത്തുയർത്തിക്കൊണ്ട് പറയട്ടെ, ഈ പെസഹാ ദിനവും ഈ പെസഹാ രാത്രിയും വാഗ്ദത്തമുള്ളവന്റെ ജീവിതത്തിൽ ചില പുറപ്പാടുകൾക്ക് വേണ്ടി ദൈവം അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. പൈശാചിക മേഖലകൾ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി ഉയർത്തിപ്പിടിച്ച സകല തിന്മകളും ഇന്ന് രാത്രി രക്തത്തിന്റെ മുൻപിൽ, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ മുൻപിൽ, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു വീഴുന്ന, തകർന്നു മാറുന്ന ഒരു അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ രാത്രിയാകട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 24, 25, 26 വാക്യങ്ങളിൽ യഹോവയാകുന്ന ദൈവം തന്റെ ജനത്തോട് പറയുന്നു, നിങ്ങൾ ഈ രാത്രിയിൽ വളരെ തിടുക്കത്തോടുകൂടെ അപ്പം തിന്നണം. നിങ്ങൾ ഒരു മനുഷ്യരും ഇരുന്ന് കഴിക്കരുത്, നിങ്ങൾ നിന്ന് കഴിക്കണം. നിങ്ങൾ നിന്ന് കഴിക്കണം. ദൈവം എന്താണ് ആ പെസഹാ ദിനത്തിൽ നിങ്ങൾ ഇരിക്കരുത്, ഇരിക്കാതെ നിന്ന് കഴിക്കണമെന്നും തിടുക്കത്തോടെ വടിപിടിക്കണമെന്നും തിടുക്കത്തോടെ പുറപ്പെടണമെന്നും തന്റെ ജനത്തെ അറിയിച്ചത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ജനത്തിന്റെ വിടുതൽ ജനം ആഗ്രഹിക്കുന്നതിനേക്കാൾ തിടുക്കം ഈ ജനം വിടിവിക്കപ്പെടണമെന്നും അവരടിമത്തത്തിൽ നിന്ന് പുറത്തു വരണമെന്നും അവരെ വിളിച്ച ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാഗ്ദത്ത വചനം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവന് വേണ്ടി ഞാൻ റിലീസ് ചെയ്യാം. നിന്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമെന്നും നീ ആഗ്രഹിക്കുന്നതിലും അധികമായി നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ജീവിക്കുന്നു. ഓ, കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിന്ന് സ്വീകരിക്കുവാൻ എത്ര പേരുണ്ട്? ആമീൻ. നിനക്കില്ലാത്തൊരു തിടുക്കം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിനുണ്ട്. നിനക്കില്ലാത്തൊരു തിടുക്കം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി രക്തമൊഴുക്കിയ കർത്താവിനുണ്ട്. എഴുന്നേറ്റ് നിന്ന് അപ്പം തിന്നണമെന്നും എഴുന്നേറ്റ് നിന്ന് വടിപിടിക്കണമെന്നും നിങ്ങൾ തിടുക്കത്തോടുകൂടെ ഇത് കഴിക്കണമെന്നും സ്വർഗത്തിലെ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ ഒരു പെസഹാ ദിനത്തിൽ, ഒരു പെസഹാ രാത്രിയിൽ അറിയിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മതലങ്ങളിൽ ഒരു തിടുക്കം കാണുക. വളരെ ഫാസ്റ്റായി, വളരെ ക്വിക്കായി ഇന്ന് രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചലിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ നിലയിൽ പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ പെസഹായോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാറില്ല. സാധാരണ ഒരു ക്രൈസ്തവനോടുള്ള ബന്ധത്തിൽ, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവന് പെസഹ എന്ന് പറഞ്ഞാൽ ഏതോ അപ്പം പുഴുങ്ങിയതും ഏതോ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയതും ഒക്കെ മാത്രമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിനകത്ത് ആ ഒരൊറ്റ രാത്രിയിൽ, ആ പെസഹായുടെ അന്ന് ഒറ്റ രാത്രിയിൽ പ്രധാനപ്പെട്ട 6 സംഭവങ്ങൾ ഉണ്ടായി. ഇതുപോലൊരു രാത്രിയിൽ, ഇതുപോലൊരു വ്യാഴാഴ്ച ദിനത്തിൽ പ്രധാനപ്പെട്ട 6 സംഭവങ്ങൾ. ഒന്ന്, ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് 1:22 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ യേശുവിനെ പിടിക്കുവാനുള്ള ഒരു ഗൂഢാലോചന ശത്രുഭാഗത്ത് ആ പെസഹാ ദിനത്തിൽ ഉണ്ടായി. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്ത ആ ദിവസത്തിൽ യേശു കർത്താവിനെ ക്രൂശിക്കുവാനും യേശുവിനെ പിടിക്കുവാനും വലിയൊരു ഗൂഢാലോചന നടന്നു. ആ 21-ാം അധ്യായത്തിന്റെ 7 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ചേർന്ന് അന്ത്യത്താഴം കഴിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ക്രിസ്തീയ സഭകളുടെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുടെ നിർവഹണം അവിടെ നടക്കുന്നത് നമുക്ക് കാണാം. മത്തായി 26:26 അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി, ഇത് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എന്റെ ശരീരമെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ഈ സംഭവം നടക്കുന്നത് ആ രാത്രിയിലാണ്. ആ 22-ാം അധ്യായത്തിന്റെ 24
മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിനകത്ത് ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു തർക്കം നടക്കുന്നത് കാണാം. അതും നടന്നത് ആ പെസഹ ദിനത്തിലാണ്. 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ ഗതശമന തോട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിയർപ്പിന് പകരം ചോര പുറത്തേക്ക് വന്ന അതിദാരുണമായ വേദനകൾ മാനവകുലത്തിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവപുത്രന്റെ അതിശക്തമേറിയ പ്രാർത്ഥന ആ ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ പടയാളികൾ ഗത്സമന തോട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്, പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പത്രോസ് തള്ളിപ്പറയുന്നതും തള്ളിപ്പറഞ്ഞ പത്രോസ് അനുതപിച്ച് കരയുന്നതും നിങ്ങൾക്ക് കാണാം. പെസഹ എന്ന ഒറ്റ ദിവസം നടന്ന 6 സംഭവങ്ങൾ. അപ്പോ ഇത് അപ്പം ചുട്ട കഥയല്ല. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാവോ? ഒരൊറ്റ രാത്രിയിൽ, ഒരൊറ്റ ദിവസം സംഭവിച്ചതാണ് ഈ 6 സംഭവങ്ങൾ. ഈ 6 സംഭവങ്ങളെയും കോർത്തിണക്കുന്ന, ഈ 6 സംഭവങ്ങളെയും വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇതിനകത്ത് എല്ലാം പറയാനുള്ള സമയമില്ല. ഇപ്പോൾ തന്നെ ഈ മെസ്സേജിന്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ തന്നെ സമയം 9 മണിയായിരിക്കുന്നു. ഇത് വളരെ ആഴമായി സവിസ്തരമായി പ്രസംഗിക്കുവാനുള്ള നേരമില്ല. നാളെ പകൽ കുറച്ചും കൂടെ സമയമെടുക്കാം. എന്നാൽ ഒരു ഭാഗം മാത്രം കർത്താവിന്റെ ദാസൻ ഒന്ന് വായിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ പറഞ്ഞ ലൂക്കോസ് വിശേഷം 22-ാം അധ്യായത്തിന്റെ 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അത് മാത്രം സംസാരിക്കുവാൻ, ശുശ്രൂഷിക്കുവാനുള്ള സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. വായിക്കാം. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. പിന്നെ അവൻ പതിവ് പോലെ പ്രാർത്ഥനാമലയിലേക്ക്, അല്ലെങ്കിൽ മൗണ്ട് ഒലിവ്സിലേക്ക്, പ്രാർത്ഥനയുടെ പർവ്വതത്തിലേക്ക് അവൻ പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഒരു പെസഹ ദിനത്തിൽ, ഇതുപോലൊരു രാത്രിയിൽ ശിഷ്യന്മാരുമായി യേശു കർത്താവ് ഒലിവുമലയിലേക്ക് കടന്നുപോയി. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു കർത്താവിന് മറ്റൊന്നും അവരോട് പറയാനില്ല, മറ്റൊന്നും അവരെ പഠിപ്പിക്കാനില്ല. യേശു കർത്താവിന് ആ പെസഹ ദിനത്തിൽ അവരോട് പറയാൻ, അവരോട് ആവശ്യപ്പെടാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഈ വാക്ക് ഈ പെസഹ ദിനത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ പറയുന്നത്? പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന, സകല തിന്മയും സകല അനീതിയും സകല മ്ലേച്ഛതയും കുത്തഴിഞ്ഞാടുന്ന, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് ഒരു സമൂഹം തകർന്നുകൊണ്ടിരിക്കുന്ന, എന്ത് ക്രൂരതകൾക്കും ക്രൂരതകളെയും കുലപാതകങ്ങളെ പോലും ഒരു വിനോദമായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനെ പോലും ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാലഘട്ടത്തിൽ, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ, പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല നിന്റെ ആൺകുഞ്ഞുങ്ങളും സുരക്ഷിതരല്ല എന്ന് വിളിച്ചു പറയുന്ന ഈ കാലഘട്ടത്തിൽ പരീക്ഷകൻ അവന്റെ അവസാനം തിരിച്ചറിഞ്ഞ്, പരീക്ഷകനായ സാത്താൻ അവന് അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അവന്റെ സകല പ്രോജക്റ്റുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിന്മ നിറഞ്ഞ വല്ലാത്ത കാലഘട്ടത്തിൽ, ഈ പെസഹ ദിനത്തിൽ വിശ്വാസികളോട്, എന്നെ കേൾക്കുന്നവരോട്, യുവതലമുറയോട് ദൈവത്തിന് പറയാനുള്ളത്: നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവീൻ. പരീക്ഷകൻ, സംഹാരകൻ ആരെ തകർക്കണമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ
അലറി ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അപവാദികളും ക്രൂരന്മാരും ഒരു ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആത്മീയത പോലും അനാത്മീയതകളായി തീരുമ്പോൾ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്നറിയാൻ മേലാതെ നിൽക്കുമ്പോൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിച്ചുകൂടാ എന്ന് പകച്ചു നിൽക്കുമ്പോൾ ഇതിനെല്ലാം ഒറ്റ സൊല്യൂഷൻ, ഇതിനെല്ലാം ഒറ്റ പരിഹാരം. പരീക്ഷകളിൽ അകപ്പെടാതെ പരാജയപ്പെടാതെ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അറിയിക്കുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവീൻ. ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. നിങ്ങൾക്കറിയും ആ പ്രാർത്ഥനയിൽ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 42, 43, 44 വാക്യങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്താ പെസഹ ദിനത്തിൽ ഓർക്കേണ്ടത്? പെസഹ ദിനത്തിൽ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ പുറപ്പാടിന്റെ ഒരു രാത്രിയാണ് പെസഹ. പഴയ നിയമ കാലഘട്ടത്തിൽ മോശയുടെ കാലത്ത് ആ പെസഹ ദിനത്തിലാണ് ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിലേക്ക് ചുവടുവെച്ചതും അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്നതും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പെസഹ ദിനത്തിലാണ് മാനവകുലത്തിന്റെ മുഴുവൻ വിമോചനത്തിനായി, ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവപുത്രൻ തന്റെ പ്രാണനെ നൽകി മാനവകുലത്തെ വിടുവിക്കുവാനായി ചുവടുവെച്ചത്. എന്നാൽ ആ ഗത്സമനയിൽ യേശു പ്രാർത്ഥിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഞാൻ കാണുന്നു ആ പെസഹ രാത്രിയിൽ ഒരു സബ്മിഷനെ. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊക്കെ എല്ലാവരും പൊക്കുവന്നേ. അതിന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ടാക്സ് ഒന്നും അടയ്ക്കണ്ട. ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സും മനസ്സാക്ഷിയും ചിന്തയും ജഡവും ഈഗോയും എൻ്റെ പ്രൈഡുമാണോ വർക്ക് ചെയ്യുന്നത്? അതോ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പ്രാണനിൽ, എൻ്റെ ആത്മാവിനാണോ ഞാൻ ഇടം കൊടുക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിർവഹിക്കപ്പെടണം എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ആ പ്രാർത്ഥന കഴിയുമ്പോ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ വന്നെന്ന് വരാം. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടന്നാ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോ ചില മിടുക്കന്മാരെ പോലെ ചിലതൊന്നും വെട്ടിപ്പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടന്നാ മതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലതിനെയൊന്നും നിനക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ നീ അടിവരയിട്ട് എഴുതി വെച്ചോ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടന്നാ മതി എന്ന് പറയുന്നവന് എന്നേക്കുമായ ഒരു ഉയർപ്പുണ്ട് എന്നിന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കല്ലറകൾക്കും, ഒരു ഖബറുകൾക്കും, ഒരു വ്യക്തികൾക്കും, ഒരു സാഹചര്യങ്ങൾക്കും, ഒരു സംവിധാനങ്ങൾക്കും അവനെ തടഞ്ഞു വെക്കാൻ കഴിയാതെ, ഒരു പൈശാചിക ഗോപുരങ്ങൾക്കും അവനെ തടഞ്ഞു വെക്കാൻ കഴിയാതെ നിത്യമായ ഒരു ഉയർപ്പ് അവനുണ്ടായിരിക്കും. കൈയടി കുറയുമെന്നറിയാം. താല്പര്യമുള്ളവർക്ക് അടിക്കാം, താല്പര്യമുള്ളവർക്ക് സ്തുതിക്കാം. ഞാൻ ഗത്സമനെ കാണുന്നത് the place of submission, the place of submission, ഏൽപ്പിച്ചു കൊടുക്കലിന്റെ സ്ഥലം, വിധേയത്വത്തിന്റെ സ്ഥലം. വിധേയത്വത്തിനൊരു മനോഹരത്വമുണ്ട്. ഭർത്താവിന് വിധേയപ്പെടുന്ന ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീടിനൊരു ബ്യൂട്ടി ഉണ്ടാവും. അപ്പനും അമ്മയ്ക്കും വിധേയപ്പെടുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ
നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ ബന്ധങ്ങൾക്കും ഒരു മനോഹരത ഉണ്ടാകും. നിങ്ങളെ നയിക്കുന്ന ദൈവദാസന്, ശുശ്രൂഷകന്, ആത്മീയ അധികാരത്തിന് നിങ്ങൾ വിധേയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് ഒരു ബ്യൂട്ടി ഉണ്ടാകും. എവിടെ മറുതലിപ്പുണ്ടോ അവിടെ പരാജയമുണ്ട്. എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ തകർച്ചയുണ്ട്. എവിടെ വിധേയത്വമുണ്ടോ, എവിടെ ഏൽപ്പിച്ചു കൊടുക്കലുണ്ടോ അവിടെ ഉയർപ്പുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കൈകൾ അടിച്ചെന്ന് രാത്രിയിൽ ദൈവത്തിന് എവിടെ ഏൽപ്പിച്ചു കൊടുക്കലുണ്ടോ, എവിടെ വിധേയത്വമുണ്ടോ അവിടെ ഉയർപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? വിടുതൽ പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം. Hallelujah. He's resisting all the temptation. എല്ലാ പ്രലോഭനങ്ങളെയും പ്രാർത്ഥനയിൽ കീഴടക്കുന്ന ഒരു പെസഹ രാത്രി നിങ്ങൾക്ക് ക്രിസ്തുവിൽ കാണാം. പ്രാർത്ഥനയിൽ ഈ ഒരൊറ്റ വാക്ക് മതി. നിന്റെ അകത്ത് വരുന്ന ഒത്തിരി ഇഷ്ടങ്ങളില്ലേ, ജഡീകമായ ഒത്തിരി താല്പര്യങ്ങളില്ലേ, എന്തൊക്കെയോ ആണെന്നുള്ള ഈഗോയും പ്രൈഡും ഒക്കെ ഇല്ലേ, ഇതൊക്കെ തകർന്നുടഞ്ഞു പോകും. തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥതയോടെ അഭിനയിക്കുകയല്ല, ചങ്ക് തകർന്നുകൊണ്ട് നെടുമ്പാട് വീണ് അപ്പാ എന്റെ പദ്ധതികളും എന്റെ പരിപാടികളും ഇന്ന് രാത്രി മുഴുവൻ ഞാൻ മാറ്റിവെക്കുകയാണ്. നിന്റെ ഹിതം എന്റെ കുടുംബത്തിൽ നടക്കണം, നിന്റെ ഹിതം എന്റെ തലമുറയിൽ നടക്കണം, നിന്റെ ഹിതം എന്റെ സഭയിൽ നടക്കണം, നിന്റെ ഹിതം എന്റെ ശുശ്രൂഷയിൽ നടക്കണം, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണം എന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ ഇന്ന് രാത്രിയിൽ ഒരു മനുഷ്യനെയും നിന്റെ അരികിൽ നീ കണ്ടില്ലെങ്കിലും നിന്നെ ബലപ്പെടുത്തുവാനുള്ള ദൂതന്മാരെ എന്റെ ദൈവം നിന്റെ അരികിലേക്ക് ഇന്ന് രാത്രിയിൽ അയക്കും. സബ്മിഷൻ ഞാൻ ക്രിസ്തുവിൽ കാണുന്നു. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ യേശു കർത്താവ് ആ പിടി അങ്ങ് വിട്ടോണ്ട മക്കളെ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിന്ന് ആരാധിക്കുന്നേ. നമ്മളൊക്കെ ചിലതൊക്കെ മുറുക്ക പിടിച്ചു വെച്ചിട്ടില്ലേ? എൻ്റെ എന്തൊക്കെയോ സംഭവമാണ്, എൻ്റെ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് ചിലതൊക്കെ മുറുക്ക പിടിച്ചിട്ടില്ലേ? ഇന്ന് രാത്രിയിൽ ആ മുറുക പിടിച്ചു വെച്ചിരിക്കുന്ന പിടുത്തം ഒന്ന് വിടാങ്കിൽ രാജ്യങ്ങൾക്ക്, ദേശങ്ങൾക്ക് നിന്നെ ഒരു അത്ഭുതമാക്കി, പട്ടണങ്ങൾക്ക് നിന്നെ ഒരു അനുഗ്രഹമാക്കി, സംസ്ഥാനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് നിന്നെ ഒരു പ്രയോജനമുള്ള പാത്രമാക്കി ഇന്ന് രാത്രിയിൽ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അവൻ തന്നെത്താൻ ഒഴിച്ചു, എല്ലാം വിട്ടുകൊടുത്തു. ഈ വെട്ടിപ്പിടിക്കാനാണ് ഇഷ്ടം, വിട്ടുകൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ വേദപുസ്തകത്തിനകത്ത് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു അവൻ വെട്ടിപ്പിടിച്ചവനല്ല, അവൻ സകലതും വിട്ടുകൊടുത്തവനാണ്. ഈ വിട്ടുകൊടുത്തവൻ പൊട്ടനാണ് എന്ന് ചിന്തിക്കരുത്. വിട്ടുകൊടുത്തവൻ ഇപ്പം പൊട്ടനായാലും അവനും അവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുന്നത് ലോകം കാണും. അങ്ങനെ വിട്ടുകൊടുത്തവനാണ് യോനാഥാൻ. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ നടക്കുന്ന സമയത്ത് ശൗലിന്റെ ഹൃദയത്തിൽ ദാവീദ് രാജാവിനോടുള്ള അസൂയ നിമിത്തം ദാവീദിനെ തീർക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട ശൗൽ ശൗലിന്റെ മകനായ യോനാഥാൻ എല്ലാ ദിവസവും ദാവീദിന് റിപ്പോർട്ട് കൊടുക്കും. ദാവീദേ, എന്റെ വീട്ടിൽ എന്റെ അപ്പനായ ശൗൽ ഇങ്ങനൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്, നാളെ നിന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് തീർക്കാൻ അപ്പ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നീ ആ വഴി ഒഴിഞ്ഞു പോണം. അങ്ങനെ ശൗലിന്റെ ആക്രമണങ്ങളെയും ശൗലിന്റെ മുഴുവൻ പദ്ധതികളെയും ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവചന ശബ്ദമായി, ഒരു തണുപ്പായി കൂടെ നിന്നവനാണ് യോനാഥാൻ. നമുക്കറിയാം, യോനാഥാനാണ് ശൗൽ കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായി കയറി വരേണ്ടവൻ. കാരണം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത്
ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു എന്ന സത്യത്തെ ശക്തമായ നിലയിൽ അറിയാവുന്നവനായിരുന്നു യോനാഥാൻ. ദാവീദ് ഒരു അഭിഷിക്തനാണെന്ന് മറ്റുള്ള എല്ലാവരെക്കാളും നന്നായി അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ മരിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് ആക്ച്വലി എനിക്കാണ്. കാരണം ദാവീദിനെ ശൗൽ കൊന്നാൽ അതിന്റെ ബെനിഫിറ്റ് ശൗലിന്റെ മകനായ യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ ദാവീദിനോട് പറയുന്നു, എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. എനിക്ക് രണ്ടാമനായി നിന്നാ മതി. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പഠിക്കുമ്പോ രണ്ടാമനായി നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യോനാഥാൻ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. യോനാഥാന്റെ പിതാവായ ശൗലും മരണപ്പെട്ടു. ശൗലിന്റെ കുടുംബം ഉന്മൂലനാശം സംഭവിച്ചു. എന്നാൽ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ, ഇപ്പോൾ വായിക്കാൻ നേരെയില്ല, 2 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്നുണ്ട്, ഞാൻ യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ടതിന് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇനി ശേഷിച്ചിരിക്കുന്നുണ്ടോ? ഒരു ദിവസം ദാവീദിന്റെ അകത്ത് ദൈവികമായി തോന്നുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. ഉടനെ ശൗലിന്റെ കുടുംബത്തിൽ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ദാവീദിന്റെ ഭൃത്യനായിരിക്കുന്ന സീബ എന്ന പേരുള്ള മനുഷ്യൻ ദാവീദ് രാജാവിനോട് പറയുന്നു, യജമാനനെ, ഇനി ശൗലിന്റെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് യോനാഥാന്റെ മകനാണ്. അവന്റെ പേർ മെഹീബോശത്ത് എന്നാണ്. അവൻ 2 കാലും മുടന്തുള്ളവനാണ്. നിങ്ങൾക്കറിയാമോ, ദാവീദ് രാജാവിനോടുള്ള ബന്ധത്തിൽ മുടന്തുള്ളവരും കുരുടന്മാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കരുത് എന്നൊരു നിയമം ആ കാലത്തുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. ആ നിയമം നിലനിൽക്കുമ്പോൾ മെഹീബോശത്തിന്റെ ഫയൽ അവിടെ മടങ്ങേണ്ടതാ. പക്ഷെ ദാവീദ് പറയുന്നു, മെഹീബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവരണം. സീബായോട് പറയുന്നു, നിന്റെ പുത്രന്മാരും നിന്റെ വേലക്കാരും ഇനി മെഹീബോശത്തിന് വേണ്ടി ജോലി ചെയ്യണം. അവർ 35 പേരുണ്ടായിരുന്നു. യോനാഥാന്റെ മകനായ മൊടന്തനായ മെഹീബോശത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരു രാജ്യത്തിലെ ഒരു പ്രഥമ പുരുഷന്റെ മക്കളും അദ്ദേഹത്തിന്റെ മുഴുവൻ സെർവന്റും, ഒരാൾക്ക് വേണ്ടി 35 ജോലിക്കാർ. 2, ആ അധ്യായം, ആ ചരിത്രം അവസാനിക്കുന്നത് മെഹീബോശത്ത്, യോനാഥാന്റെ മകനായ മെഹീബോശത്ത് രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്നതുപോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു എന്നാണ്. നിങ്ങൾക്കറിയാമോ, കാലങ്ങൾ പലതും പിന്നിട്ടു. ശൗലിന്റെ കുടുംബം നാമാവിശേഷമായി തകർന്ന് തരിപ്പണമായി. പക്ഷേ യോനാഥാന്റെ തലമുറയെ ദൈവം മറന്നില്ല. യോനാഥാന്റെ തലമുറയെ ദൈവം മറന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ എനിക്കറിയില്ല, ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു പൊട്ടനെ പോലെ നീ കരഞ്ഞിട്ടുണ്ടോ? നീ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടോ? നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ടോ? നീ ദൈവിക അധികാരങ്ങൾക്ക് വിധേയപ്പെട്ടിരുന്നിട്ടുണ്ടോ? ആത്മാവ് നിന്നോട് ഇന്ന് രാത്രി പ്രവചിക്കുന്നു, ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ഒരു വ്യക്തികൾക്കും നിന്നെ തടയുവാൻ കഴിയില്ല എന്നത് മാത്രമല്ല, നിന്റെ ഭാവി നിർണയിക്കുന്നത്, നിന്റെ ഫ്യൂച്ചർ നിർണയിക്കുന്നത് നാട്ടുകാരനല്ല, കുടുംബക്കാരനല്ല, തല തകർന്ന ലൂസിഫർ അല്ല, ആഭിചാരകനോ മന്ത്രവാദിയോ അപവാദം പ്രചരിപ്പിക്കുന്ന അപവാദിയോ അല്ല. ഇന്ന് രാത്രിയിൽ നീ ആരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തോ, അവനത്രേ നിന്നെ ഉയർത്തുന്നത്. പെസഹ എന്ന് പറയുമ്പോൾ അത് ഏൽപ്പിച്ചു കൊടുക്കലിന്റെ രാത്രിയായിരുന്നു. പ്രലോഭനങ്ങളെ പ്രാർത്ഥനയിൽ ജയിച്ച രാത്രിയായിരുന്നു. പക്ഷെ ഒരു വാക്കും കൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. 42-ാമത്തെ വാക്യം, 22-ാം അധ്യായം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ നോക്കിയേ, ഇനി എബ്രായർ 5:7 നോക്കിയേ. വേഗം, സമയമില്ല. എബ്രായർ 5:7 നോക്കിയേ.
ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇത് ഏത് രാത്രിയിലാണ് സംഭവിച്ചത്? മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും നീക്കണം. പക്ഷേ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല, ഞാൻ നിൽക്കുന്നത് നിന്റെ ഇഷ്ടത്തിനാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണെങ്കിൽ നടക്കരുത്, അത് സംഭവിക്കരുത്. നിന്റെ ഇഷ്ടം നിറവേറണം. ആ നിലവിളിയുടെ, ആ കണ്ണുനീരിൻ്റെ, ആ അപേക്ഷയുടെ, ആ അഭയയാചനയുടെ മറുപടിയായി അതിനുത്തരം ലഭിച്ചു. അപ്പോൾ ഗെത്സമനായിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക്, പെസഹാദിന രാത്രിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തോ? ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരോട് മാത്രം ഞാൻ പറയാം. ഇവിടെ ഒത്തിരി പേര് സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. വിശ്വസിച്ചവർ, വിടുതൽ പ്രാപിച്ചവർ, സൗഖ്യമായവർ. വിശ്വസിക്കുന്നവരോട് മാത്രം പറയാം, നിന്റെ പ്രാർത്ഥന യഥാർത്ഥമായി നിന്റെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവ ഇഷ്ടത്തിനകത്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിനക്ക് മറുപടി ഉണ്ടാകും. അല്ല പക്ഷേ, ഞാൻ കുറേ നാളായിട്ട് ഈ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇതുവരെ ഇതിനകത്തൊരു മറുപടി ഉണ്ടാകുന്നില്ല. ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ആ ചോദിച്ചത്, ആ പ്രാർത്ഥിച്ചത് എൻ്റെ ജഡമാണോ, എൻ്റെ ഇഷ്ടമാണോ, അതോ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ?